പഹൽഗാം ആക്രമണവും തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായ യുദ്ധസമാനമായ സാഹചര്യവും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം അനിശ്ചിതത്വത്തിൽ നിലനിന്നത്. ഒരു ജനപ്രതിനിധി രാജിവെച്ച് 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നിരിക്കെ സുരക്ഷാ പ്രശ്നം മുൻനിർത്തി തിരഞ്ഞെടുപ്പ് ഉപേക്ഷിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ വരികയും ചെയ്തതിന് പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച PV അൻവർ തന്നെ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും എത്രയും പെട്ടെന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചുകൊണ്ടായിരുന്നു അൻവറിൻ്റെ ഇടപെടൽ. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ജൂലൈ 12 വരെ സമയമുണ്ടെന്ന് ഉപേക്ഷിച്ചേക്കുമെന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക മെയ് ആദ്യവാരം പൂർത്തിയാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും മലപ്പുറം ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ വാദങ്ങളും വാഗ്വാദങ്ങളും കൊടുമ്പിരി കൊള്ളുകയാണ്. കോൺഗ്രസിന് ഇന്ന് കേരളത്തിൽ ഒരു അനുകൂല തരംഗം വീശിയടിക്കുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കാവുന്ന കരിനീക്കങ്ങളെ മുന്നിൽ കണ്ട് വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തകരെ നേരിട്ട് കണ്ട് മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ നടത്തി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് കോൺഗ്രസിൻ്റെ വേരുകൾ ആഴത്തിലാക്കാനുള്ള ശ്രമമാണ്. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും 2026 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തോടെ പുതിയ പ്രവർത്തനങ്ങളും നേതൃമാറ്റവും KPCC അഴിച്ചുപണിയും ഒക്കെ നടത്തിയത്. KPCC അധ്യക്ഷ മാറ്റവും വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ അടിമുടി മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് 3 ജില്ലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന കോൺഗ്രസിൻ്റെ ഒരു രഹസ്യ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് അതീവ ശ്രദ്ധ വേണ്ടതെന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് കൈമാറിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡൽഹിയിലെത്തിയ KPCCയുടെ പുതിയ നേതൃത്വവുമായി ഹൈക്കമാൻഡ് ചർച്ച ചെയ്തത് ഈ റിപ്പോർട്ട് മുൻനിർത്തിയാണ്. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DCCകളിൽ വൻ അഴിച്ചുപണിക്ക് ഒരുങ്ങുമ്പോൾ കോഴിക്കോട്, തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകൾ ഒഴികെയുള്ള 10 ജില്ലകളിൽ DCC നേതൃമാറ്റം ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇവിടെ ഈ പറഞ്ഞ 4 ജില്ലകളിൽ ഇപ്പോൾ നിലവിലുള്ള DCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനം പൂർണ്ണമായും ഹൈക്കമാൻഡിന് തൃപ്തികരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലകളിൽ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്. മലപ്പുറത്ത് VS ജോയിയുടെ പ്രവർത്തനത്തിലും ഹൈക്കമാൻഡിന് പൂർണ്ണ തൃപ്തിയാണെങ്കിലും നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ VS ജോയിക്കാണ് സ്ഥാനാർത്ഥിത്വ നറുക്കു വീഴുന്നതെങ്കിൽ മലപ്പുറം DCC നേതൃത്വത്തിലേക്ക് പുതിയൊരാളെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടി വരും. 2025 കോൺഗ്രസ് പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ച് ത്വരിതഗതിയിൽ അടിമുടി മാറ്റത്തിൻ്റെ പാതയിൽ മുന്നേറുമ്പോൾ പ്രതീക്ഷകൾക്കും കോൺഗ്രസിനോടുള്ള ജനത്തിൻ്റെ വിശ്വാസത്തിനും ഒക്കെ ആക്കം വർദ്ധിച്ചിട്ടുണ്ട്. ഭരണപരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന കേരള ജനതയെ വീണ്ടെടുക്കാൻ ഇനി കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കൾ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് കോൺഗ്രസിലെ ഉള്ളിലെ പടലപ്പിണക്കങ്ങളെ മഞ്ഞുപോലെ ഉരുക്കിക്കളയാൻ കഴിഞ്ഞു എന്നതും നമ്മൾ മനസ്സിലാക്കണം. തലമുറ മാറ്റത്തിലൂടെ യുവാക്കളെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരികയും അതിലൂടെ പാർട്ടിക്ക് പുതിയ ഊർജം പകരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിലെ ഈ മാറ്റങ്ങളൊക്കെ എതിർകക്ഷികളായ പാർട്ടികളെ അങ്കലാപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. DCC തലത്തിലുള്ള അഴിച്ചുപണിക്കുള്ള അനൗദ്യോഗിക ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം 20 തന്നെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തായിരിക്കും ഈ അടിമുടി മാറ്റത്തിന് തുടക്കം കുറിക്കുക. 14 അസംബ്ലി മണ്ഡലമുള്ള തിരുവനന്തപുരം ജില്ലയിൽ DCCയെ നയിക്കാൻ 3 പേരാണ് പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത്. മുൻ MLAമാരായ ശബരിനാഥ്, VS ശിവകുമാർ, KSUവിലൂടെ വളർന്നു വന്ന ചെമ്പഴന്തി അനിലുമാണ് പ്രഥമ പട്ടികയിൽ ഉള്ളത്. വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളിൽ പരിഗണിക്കപ്പെടേണ്ട ആളുകളുടെ പട്ടികയും KPCC തയ്യാറാക്കും. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു ശേഷം പഴയ തലമുറക്കാരെയും
പുത്തൻ നാമ്പുകളെയും ഉൾപ്പെടുത്തിയാണ് ചർച്ചകൾ നടന്നു വരുന്നത്. വരുന്ന ഒരു മാസക്കാലം കൊണ്ട് പാർട്ടിയിലെ സംസ്ഥാനതല ഭാരവാഹികളെ നിയമിക്കാനും ഇതിനോടകം തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഊർജം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരത്തുന്നവർക്കുള്ള മറുപടിയാണ് കോൺഗ്രസിന്റെ ഈ ചടുലമായ മാറ്റങ്ങൾ. കോൺഗ്രസ് എന്നും ഉഷ തയ്യാറുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.